നയൻറ്റീസ് കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് ഇപ്പോഴുള്ള മിക്ക ആൺകുട്ടികളും. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടൂല അല്ലേ ഈ നയൻറ്റീസ് കാലഘട്ടം. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 2K പിള്ളേർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളാണ് ട്രാൻസ്ഫോർമേഷൻ നേരിട്ട് കണ്ടും അനുഭവിച്ചും അറിഞ്ഞവർ. ടെക്നോളജി പരമായും അല്ലാതെയുമുള്ള ട്രാൻസ്ഫോർമേഷൻ. പണ്ട് കാലത്ത് മൊബൈലൊക്കെ കാണാൻ പോലും ഇല്ലായിരുന്നു. നമ്മളൊരു ഫോൺ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി, പണക്കാരൻ്റെ വീട്ടിൽ പോയി മൊബൈൽ ഇതെടുത്ത് റിങ് ചെയ്ത്, അന്നത്തെ റൗണ്ട് റിങ് ആയിരുന്നു, റൗണ്ട് കറക്കി വിളിക്കുന്ന ഫോണായിരുന്നു. അതിനുശേഷം 1 രൂപ കോയിൻ ഇട്ട് അതിനുശേഷമാണ് മൊബൈൽ, നോക്കിയ മുതൽ ഇതുവരെയുള്ള ലേറ്റസ്റ്റ് ഫോണുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാ കാലഘട്ടം ഒരു മൊബൈലിൻ്റെ തന്നെ എല്ലാ കാലഘട്ടവും നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ TV, പണ്ട് ഏതെങ്കിലും ഒരു വീട്ടിലെ TV കാണുള്ളൂ, നമ്മൾ അവിടെ പോയിരുന്ന് TV കാണണം. ഇന്നാണെങ്കിലോ ഒരു മൊബൈലിൽ തന്നെ എല്ലാ ചാനലും എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും കിട്ടുന്ന രീതിയിൽ കാലം വളർന്നു. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ 90s കിഡ്സ് മാത്രമാണ്. ഞാൻ പണ്ട് രാവിലെ എണീക്കുന്നത് തന്നെ കാള പൂട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ്. കാള ഇടർ എന്ന് പറയുന്ന സൗണ്ട് കേട്ട് എണീച്ച് കുളത്തിൽ പോയി കുളിച്ച് അതിനുശേഷം യൂണിഫോമൊക്കെ എടുത്തിട്ട് വയൽവരമ്പിൽ കൂടി മഴയൊക്കെ കൊണ്ട് സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് പിള്ളേരെ എന്നൊക്കെ കൈയിട്ട് വാരി കഴിച്ച് അതിനുശേഷം വീട്ടിൽ വന്ന് ഒരു മടൽ ബാറ്റും മടൽ സ്റ്റമ്പും വെട്ടി വയലോരത്ത് കൃഷിയെല്ലാം കഴിഞ്ഞു കിടക്കുന്ന വയലിൽ പോയി കളിച്ച് പട്ടം പറത്തി അതിനുശേഷം രാത്രി ചിത്രഗീതം കാണാൻ വേണ്ടി TV ഉള്ള ഒരു വീട്ടിൽ പോയി ചിത്രഗീതം കണ്ട് കിടന്നുറങ്ങുന്ന ഒരു കാലഘട്ടം. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മനോഹരമായ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കൂടി പോയവരാണ് നമ്മൾ 90s കിഡ്സ്. ആ കാലഘട്ടത്തിൻ്റെ അനുഭവിച്ചതിൻ്റെ അത്രയും ഒന്നും ഈ 2K കിഡ്സ് ഒന്നും അനുഭവിക്കില്ല. മാത്രമല്ല, അന്ന് കാലത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞത്, നമുക്കൊരു പെൺകുട്ടിയോട് ഒരു പ്രണയം തോന്നിയാൽ അത് പറയാൻ നമ്മൾ പെടുന്ന പാട്. ആ കുട്ടി എവിടെ വരുന്നു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, ലവ് ലെറ്റർ എഴുതണം, ലവ് ലെറ്റർ എഴുതിയാൽ തന്നെ വായിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചും കണ്ടും കേട്ടും വളർന്ന ഒരു തലമുറയാണ് നമ്മൾ 90s കിഡ്സ്. അതുകൊണ്ട് തന്നെയാണ് 90s കിഡ്സ് ഏത് ദുർഘട ഘട്ടത്തിലും പതറാതെ നെഞ്ചും വിരിച്ച് നമ്മൾ തരണം ചെയ്യും, നമ്മൾ ആ പ്രതിസന്ധി നേരിടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും 90s കിഡ്സ് ആയി തന്നെ തുടരുന്നത്.